ഹായ് എവ്രി വൺ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3rd സെമസ്റ്റർ പദ്യവിഹാറിലെ 4th ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സഖി വേ മുജ്സെ കഹ്കർ ജാത്തെ എന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് എഴുതിയിരിക്കുന്നത് മൈഥിലി ശരൺ ഗുപ്താണ്. അപ്പോൾ നമുക്ക് മൈഥിലി ശരൺ ഗുപ്തിനെ കുറിച്ച് നോക്കാം. ശ്രീ മൈഥിലി ശരൺ ഗുപ്ത് രാഷ്ട്രകവി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മം 1943 ചിർഗാവിലാണ് കേട്ടോ. അദ്ദേഹത്തിന് 1954 പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും 3 കൃതികൾ കൂടെ ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. രംഗമേം ബംഗ്, കിസാൻ, സാകേത് മുതലായവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസൊക്കെ വരുന്ന സമയത്ത് ഇത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് വരാം. സഖി വേ മുജ്സെ കഹ്കർ ജാത്തെ. ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഗൗതമ ബുദ്ധൻ തൻ്റെ ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ച നിലയ്ക്ക്, അതായത് അദ്ദേഹത്തിന് സിദ്ധി ലഭിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വീട് വിട്ട് പോവുകയാണ്, കൊട്ടാരം വിട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് തൻ്റെ ഭാര്യയോടോ മകനോടോ ഒന്നും പറയാതെയാണ് പോകുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ബുദ്ധനെക്കുറിച്ച് അറിയാം, പക്ഷേ ബുദ്ധൻ്റെ ഭാര്യയായ യശോധരയെക്കുറിച്ച് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ യശോധരയുടെ വിരഹ ദുഃഖമാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ കവിത നോക്കാം. സിദ്ധി ഹേതു സ്വാമി ഗയേ യഹ് ഗൗരവ് കി ബാത്ത്. സന്യാസം ലഭിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയി, സ്വാമി പോയി. അത് ഗൗരവമുള്ള ഒരു വാർത്ത തന്നെയാണ്. പർ ചോരി ചോരി ഗയേ യഹി ബഡാ വ്യദാത്ത്. പക്ഷേ അദ്ദേഹം എങ്ങനെയാണ് പോയത്? ചോരി ചോരി, മിണ്ടാതെ പാത്തും പതുങ്ങിയുമാണ് പോയത്. അതെന്താണ്? വളരെ ദുഃഖമുള്ളൊരു കാര്യമാണ്. വ്യദാത്ത് മീൻസ് ദുഃഖമുള്ളത്. സഖി വേ മുജ്സെ കഹ്കർ ജാത്തെ. സഖി അതായത് യശോധര തൻ്റെ സഖിയോടാണ് പറയുന്നത്, കൂട്ടുകാരിയോടാണ് പറയുന്നത്. അപ്പോൾ പറയാണ്, അവരെന്നോട് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ കഹ്തോ ക്യാ മുജ്കോ വേ അപ്നി പദബാധ ഹി പാത്തേ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോവുമായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ അദ്ദേഹത്തിൻ്റെ ആ വഴിയിലൊരു തടസ്സമായി നിൽക്കുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വഴിയിൽ ഒരു തടസ്സമായിട്ട് നിൽക്കില്ല എന്നാണ് നമ്മുടെ യശോധര പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. മുജ്കോ ബഹുത്ത് ഉനോംനെ മാന ഫിർ ബി ക്യാ പൂരാ പഹ്ചാന. അദ്ദേഹത്തിന് എന്നെ നന്നായിട്ടറിയാം, പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ എന്നെ മുഴുവനായിട്ട് അറിയോ? മേംനെ മുഖ്യ ഉസിക്കോ ജാന ജോ വേ മൻമേം ലാത്തെ. ഞാൻ വിചാരിച്ചത് എന്താണ്? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എനിക്ക് വലിയൊരു സ്ഥാനം, അദ്ദേഹത്തിന് മുഖ്യമായിട്ടുള്ളതാണ് ഞാനെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ആർക്കറിയാം? സഖി വേ മുജ്സെ കഹ്കർ ജാത്തെ. സഖി അവരെന്നോട് പറഞ്ഞിട്ട് പോരുന്നെങ്കിൽ എന്ന് യശോദ വീണ്ടും പറയുകയാണ് കേട്ടോ. അതായത് ഞാൻ വിചാരിച്ചിരുന്നത് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട, അദ്ദേഹത്തിന് മുഖ്യമായ ഒരാളാണ് ഞാനെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണെന്നറിയാം. അതുകൊണ്ടല്ലേ അദ്ദേഹം എന്നോട് പറയാതെ പോയത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ. സ്വയം സുസജ്ജിത് കർക്കെ ക്ഷണമേം. പെട്ടെന്ന് ഒരുക്കി. ക്ഷൺമേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന്, സുസജ്ജിത് എന്ന് പറഞ്ഞാൽ ഒരുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? സ്വയം പെട്ടെന്ന് എല്ലാം ഒരുക്കി. പ്രിയതം കോ പ്രാണോ കോ പൺമേം. പ്രിയതമൻ്റെ പ്രാണനെ പണയം വെച്ചുകൊണ്ടുള്ള ബേജ് ദേത്തി ഹേ രൺമേം ക്ഷാത്രധർമ്മക്കെ നാത്തെ. ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? പ്രിയതമൻ്റെ പ്രാണൻ പണയം വെച്ചുകൊണ്ടുള്ള യുദ്ധത്തിന്, രണു എന്ന് പറയുന്നത് യുദ്ധത്തിന് പോകുമ്പോൾ വരെ ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ക്ഷത്രിയ ധർമ്മം മനസ്സിലാക്കിക്കൊണ്ട് അവരെ വളരെ നല്ല രീതിക്ക് തന്നെ അവരെ ഒരുക്കി അയക്കാറുണ്ട്. സഖി വേ മുജ്സെ കഹ്കർ ജാത്തെ. പക്ഷേ അവരെന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അതായത് ഇതിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ യുദ്ധങ്ങൾക്കൊക്കെ പോകുമ്പോൾ രാജാവാണ്, അപ്പോൾ യുദ്ധങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് ക്ഷത്രിയ ധർമ്മം മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ഭർത്താവ് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയവും മനസ്സിൽ വയ്ക്കാതെ അവരെ എന്തിനു പറഞ്ഞയക്കാറുണ്ട്? യുദ്ധങ്ങൾക്കൊക്കെ പറഞ്ഞയക്കാറുണ്ട്. പക്ഷേ ഇവിടെ എന്തിനാണ് പോകുന്നത്? ഒരു വളരെ നല്ലൊരു കാര്യത്തിനാണ് പോകുന്നത്. അദ്ദേഹത്തിന് സിദ്ധി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവരെ ഒരിക്കലും തടയില്ലായിരുന്നു. ഞാൻ അവരെ സന്തോഷത്തോടു കൂടി പറഞ്ഞയക്കുകയേ ചെയ്യുണ്ടായിരുന്നുള്ളൂ എന്നാണ് യശോധര പറയുന്നത്. നെക്സ്റ്റ് ഹുവാ ന യഹ്ബി ഭാഗ്യ അഭാഗ്. ഈ ഭാഗ്യമില്ലാത്തവൾക്ക്, അഭാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗ്യമില്ലാത്തവൾക്ക് തീരെയും ഭാഗ്യമില്ലല്ലോ. കിസ്പർ വിഫൽ ഗർവ് അബ് ജാഗ. ഇപ്പോൾ എന്തായി? ഈ ബുദ്ധൻ പറയാതെ പോയതുകൊണ്ട് തനിക്കൊരു ദുരഭിമാനം കൂടി ആയി എന്നാണ് യശോധര പറയുന്നത് കേട്ടോ.
ജിസ്നെ അപ്നായ ദ ത്യാഗ്, അതായത് ഞാൻ എൻ്റെയാണെന്ന് വിചാരിച്ചിരുന്നത് ആരെയാണോ അദ്ദേഹം എന്നെ ത്യജിച്ചിരിക്കുന്നു. ഹേം സ്മരൺ ഹി ആത്തെ, എനിക്ക് അദ്ദേഹത്തെ ഓർമ്മ വരുന്നുണ്ട്. സഖി വേ മുജ്സെ കഹ്കർ ജാത്തെ, സഖി അവർ എന്നോട് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് യശോധര പറയുകയാണ്, എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഞാൻ അവരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്തു, എന്നെ ഒഴിവാക്കി പോയി, എന്നെ ത്യജിച്ചു അദ്ദേഹം പോയി. പക്ഷേ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അദ്ദേഹത്തെ ഓർമ്മ വരുന്നുണ്ട് എന്നാണ് യശോധര പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ, നയൻ ഉൻഹേം ഹേ നിഷ്ഠൂർ കഹ്തെ, എൻ്റെ കണ്ണുകൾ പറയുന്നുണ്ട് അദ്ദേഹം ഒരു നിഷ്ഠൂരനാണ്, അദ്ദേഹം ഒരു ക്രൂരനാണെന്ന് പറയുന്നുണ്ട്. പർ ഇസ്നെ ജോ ആസു ബഹ്തെ, പക്ഷേ അതിൽ നിന്ന് വരുന്ന കണ്ണുകളോ, സദൈ ഹൃദയ് വേ കൈസെ സഹ്തെ, ആ ദയാലുക്കളായ തൻ്റെ കണ്ണുനീരുകൾ അത് എങ്ങനെയാണ് സഹിക്കുക. അദ്ദേഹം ഒരു ക്രൂരനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തൻ്റെ കണ്ണുനീരുകൾ അതിനെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഗയേ തരസ് ഹി ഗാത്തെ, എന്നോട് സഹാനുഭൂതി കാണിക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബുദ്ധൻക്ക് കുറച്ചെങ്കിലും നമ്മുടെ യശോധരയോട് ഒരു സഹാനുഭൂതി കാണിക്കാമായിരുന്നു. കാരണം യശോധരയ്ക്ക് തന്നെ വിട്ടുപോയതിൽ ഒത്തിരി സങ്കടമുണ്ട്, എന്നാൽ പോലും എന്താണ്, ഒരുപാട് സ്നേഹമാണുള്ളത്. ജായി സിദ്ധി പാവേ വേ സുഖസേ, അപ്പോൾ എന്താ പറയുന്നത്, പോയിക്കോളൂ, പോയിട്ട് നിങ്ങൾ സിദ്ധി നേടിക്കോളൂ എന്നാണ് പറയുന്നത്. ദുഃഖി ന ഹോ നിസ് ജൻ കെ ദുഃഖ് സേ ഉപാലംബ ദൂമേൻ കിസ് മുഖ് സേ ആജ് അധിക വേ ബാത്തെ സഖി വേ മുജ്സെ കഹ്കർ ജാത്തെ, അതായത് പറയുകയാണ്, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ പോയി സിദ്ധി നേടിക്കോളൂ, പക്ഷേ എന്നോടൊന്ന് പറയാമായിരുന്നു, നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ചൊന്നും ഒരിക്കലും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ, ഗയേ ലൗട്ട് ബി വേ ആവേഗെ കുച്ച് അപൂർവ അനുഭവം ലാവേങ്കെ, അപ്പോൾ എന്താണ്, അദ്ദേഹം പോയിട്ട് ഒരു ദിവസം പെട്ടെന്ന് തിരിച്ചു വന്നേക്കാം. ഒരു പക്ഷേ ഇനി ബുദ്ധൻ തിരിച്ച് ജ്ഞാനം ലഭിച്ച് അറിവ് ലഭിച്ച് തിരിച്ചു വന്നേക്കാം. ആ സമയത്ത് എന്താണ്, അദ്ദേഹത്തിന് ഒരുപാട് പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരിക്കാം, അതായത് അദ്ദേഹത്തിന് സിദ്ധി ലഭിച്ചിട്ടുണ്ടായിരിക്കാം. രോത്തെ പ്രാൺ ഉൻഹേം പാവേക, ഞാൻ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകണോ, പർ ക്യാ ഗാത്തെ ഗാത്തെ, അതോ ഞാൻ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിക്കണോ. അപ്പോൾ ഇവിടെ യശോധരയ്ക്ക് ഒരു കൺഫ്യൂഷനാണ് വരുന്നത്. ഇനി ഒരു പക്ഷേ തിരിച്ച് ബുദ്ധൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തെ ഫേസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. സഖി വേ മുജ്സെ കഹ്കർ ജാത്തെ യശോധര, അപ്പോൾ ഇതൊക്കെ പറയുന്ന ആരാണ്, യശോധരയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കവിതയ്ക്കകത്ത് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ താങ്ക് യു.